പിന്നെ ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ്, ഒരു പോലീസ് സ്റ്റോറി. അതെങ്ങനെ അഭിനയമാണോ ഡയറക്ഷൻ ഏത് മേഖലയിലാണ്? അതായത് സ്ക്രിപ്റ്റും നടന്നൊരു കഥയാണ്, നമ്മളെ തലശ്ശേരി ഭാഗത്ത് നടന്നൊരു കഥയാണ്. അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു സിനിമ, ഒരു സൈക്കോ ത്രില്ലറാണ്. ആ ഒരു മൂവി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പ്രൊഡ്യൂസർ ഓക്കെ ആയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എങ്ങനെ എഴുത്തൊക്കെ സ്വന്തമായിട്ട് ഏകദേശം 1 ലൈനൊക്കെ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാസ്റ്റിങ്ങും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ചെയ്യേണ്ട ഒരു ഇതിലാണ് ഉള്ളത്. അത് കാരണം പടം വിജയിക്കുന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം ഇപ്പോൾ മലയാള പ്രേക്ഷകർക്ക് ഞാൻ കണ്ടെടുത്തോളം ഇപ്പോൾ കഥയോ അല്ലെങ്കിൽ തമാശകളോ എന്നല്ല ഇപ്പം വേണ്ടത്. ഇപ്പം ത്രില്ലർ സിനിമകളാണ് കൂടുതൽ അടുപ്പം. എന്താണെന്ന് അറിയില്ല. ത്രില്ലർ സിനിമകൾ ഇപ്പം വന്നിരിക്കുന്ന മാർക്കോ ആയാലും തുടരും ആയാലും ഏത് സിനിമയായാലും ആ പടത്തിലേക്ക് വിജയം ത്രില്ലർ മൂവീൻ്റെ ഇതാണ് കാണുന്നത്. മ്യൂസിക് റൗണ്ടും ഇതും പിന്നെ കാസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റാണ് സിനിമയ്ക്ക്. നല്ലൊരു കാസ്റ്റിംഗ്, നല്ലൊരു ത്രെഡും ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ സിനിമ ഓക്കെയാണ്. അപ്പൊ അതിൻ്റെ ഒരു ഇതിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ മനോജ് റഹ്മാൻ ആ ടീമിനെ വെച്ചാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കയോട് പറഞ്ഞിട്ടുണ്ടോ ഈ കഥ? മമ്മൂക്കയോട് പറഞ്ഞിട്ടുണ്ടോ? മമ്മൂക്ക മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു കഥ അങ്ങനെ ഒരു പ്ലാനിങ്ങിലുണ്ടോ? പ്ലാൻ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞേ ബി ഉണ്ണികൃഷ്ണ കഥയുമായി സാമ്യം വന്നു എന്നുള്ളത്. ഒരു 1.5 കഥയാണ്. അതിന്റെ പേര് പറഞ്ഞൂടാ എനിക്ക്. ഓക്കെ. അത് ന്യൂഡൽഹി പോലത്തെ വേറൊരു പാറ്റേൺ സാധനമാണ്. എന്നിട്ട് ആ സിനിമ നടന്നോ? അന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞൊരു കഥ ആ സിനിമ സംഭവിച്ചോ? അത് നടന്നിട്ടില്ല. ചർച്ച നടക്കുന്നുണ്ടാവാം അല്ലെ? നടക്കുന്നുണ്ടാവാം. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരുപാട് പടത്തിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതെ.